48 ചോദ്യപേപ്പറുകളാണ് ലീക്കായത്. 15ഓളം വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. ഇന്ന് അവരാണെങ്കിൽ നാളെ നമ്മളാകാം, ഞാനാകാം. ഇത് ഏകദേശം ഒരു തലമുറ തന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡായി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന ഒരു കാര്യത്താണ് പോകുന്നത്. ഇത് വലിയ അത്ഭുതമുള്ള കാര്യമാണല്ലോ. ഇപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവർക്ക് ഒരു രീതിയിൽ യാതൊരു ധാരണയുമില്ലാത്തൊരു കാര്യമാണ്. This is not about CJP or any. This is a humanitarian thing which is मतलब हम अब कोई BJP कुछ नहीं है, अब छात्रों के लिए है, हमारे लिए है, हमारे आने वाले पीढ़ी के लिए है, हमारे बच्चों के लिए है. ഇപ്പോഴും അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. വീണ്ടും എക്സാം നടത്തണമെന്നാണ് അവർ ചോദിക്കുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുവജന വിപ്ലവത്തിനാണ് ആരംഭിച്ചിരിക്കുന്നത്. അത് ഇങ്ങ് കാട്ടുതീ പോലെ ഇന്ത്യ മൊത്തം പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗുണ്ടകളെ അതേപോലെ തന്നെ ഈ റേപ്പിസ്റ്റുകളെയും മാലയിട്ട് ആദരിക്കുന്ന ഈ ഒരു നാട്ടിൽ നമുക്ക് എന്ത് സുരക്ഷയാണുള്ളത്? പിന്നെ അതേപോലെ വിദ്യാഭ്യാസത്തിന് കച്ചവടമായിട്ടാണ് ഇവിടെ കാണുന്നത്. നീറ്റിൻ്റെ ഞാൻ പഠിച്ച ഒരു റിപ്പീറ്ററാണ്. അപ്പം ഞാൻ പഠിച്ച സമയത്ത് സ്കാം നടന്നിട്ടുണ്ട്. ആ ടൈമിൽ അത്രയധികം പിള്ളേരെ എത്ര സ്റ്റുഡൻസിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിലും ഞാനും ഒരു എഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഡൽഹിയിലെ CJPയുടെ ഒരു സമരം നടക്കുന്നുണ്ട്. എന്താണ് ആ സമരത്തെക്കുറിച്ചുള്ള? ആ സമരത്തിനകത്ത് നിലവിൽ രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥികളും ആ സമരവുമായി ബന്ധപ്പെട്ട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഓടി എത്തുന്ന ഒരു സാഹചര്യമാണ് ആ സമരത്തിനകത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കേരളത്തിൽ തന്നെ കാണാം. ഇന്ന് കേരളത്തിനകത്തെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും SFIയുടെ സമരങ്ങളായി വരുവാണ്. ഇപ്പോൾ കോട്ടയത്തെ സമരം അവസാനിച്ചതേ ഉള്ളൂ. ഈ സമരത്തിനകത്തേക്ക് ആയിരക്കണക്കിനുള്ള വിദ്യാർത്ഥികളാണ് ഒഴുകിയെത്തിയിട്ടുള്ളത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, അതുപോലെ നീറ്റ് എക്സാമുകൾക്കകത്തെ ക്രമക്കേടുകൾ പരിഹരിക്കുക, വിദ്യാർത്ഥികളുടെ ആശങ്കകൾ മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ടാണ് SFIയും മറ്റു വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ഇത്തരത്തിലേക്ക് സമരമായി മാറിയിട്ടുള്ളത്. എന്നിട്ട് പോലും രാജ്യത്തെ ഭരണകൂടം യാതൊന്നും ചെയ്യാതെ വിദ്യാർത്ഥികളുടെ ഈ സമരത്തെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു തലമുറ തന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡായി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന ഒരു കാര്യത്താണ് പോകുന്നത്. ഇത് വലിയ അത്ഭുതമുള്ള കാര്യമാണല്ലോ. ഇപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവർക്ക് ഒരു രീതിയിൽ യാതൊരു ധാരണയുമില്ലാത്തൊരു കാര്യമാണ്. ഈ ഒരു ഗവൺമെൻറ് പൂർണ്ണമായി മാറണം. അതാണ് ഇത്ര വിദ്യാർത്ഥികളെല്ലാം തെരുവിലിറങ്ങി ഇങ്ങനൊരു പ്രസിഡന്റ് ഭാഗമായിട്ട് പോകുന്നത്. നമുക്കെല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു കാര്യം രാജ്യത്ത് നടക്കുമ്പോൾ എങ്ങനെ സ്വസ്ഥമായി സമാധാനത്തിൽ ക്യാമ്പസിനകത്ത് ക്ലാസ് മുറിക്കകത്തിരുന്ന് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ മാധ്യമ പ്രവർത്തനത്തിന് ഇതാക്കി തന്നെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു, ഇത് ചെയ്യുന്നു. ഇപ്പോൾ ഇൻ്റർനെറ്റ് തൊട്ടുള്ള കാര്യങ്ങൾ ബാൻ ചെയ്ത് അവിടെ ചെയ്ത് പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഈ രാജ്യത്തിനകത്ത് ഇത്ര വിദ്യാർത്ഥികൾ ഇത്രത്തോളം പ്രതിഷേധമായിട്ട് വരുമ്പോൾ ഈ പൂർണ്ണമായും ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട ഒരു ആവശ്യമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ എങ്ങനെയൊക്കെ ആയാലും ഈ BJP ഗവൺമെൻറ് പറഞ്ഞ ഈ RSS എന്ന് പറയുന്ന ഈ മത തീവ്രവാദികൾ വിദ്യാഭ്യാസ കാര്യം കൈകാര്യം ചെയ്യുന്നത് പൂർണ്ണമായിട്ടും മാറ്റണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. This is not about CJP or any. This is a humanitarian thing which is मतलब हम अब कोई BJP कुछ नहीं है, अब छात्रों के लिए है, हमारे लिए है, हमारे आने वाले पीढ़ी के लिए है, हमारे बच्चों के लिए है. രാജ്യതലസ്ഥാനത്തുള്ള ജൻസികളുടെ സമരമാണ്. എന്താണ് സമരത്തെക്കുറിച്ച്? സമരത്തിനകത്ത് എന്ന് പറയുമ്പോൾ ജൻസികളുടെ എന്ന് പറയുമ്പോൾ ഇത് ആദ്യമേ തന്നെ നമ്മുടെ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അടക്കം ഏറ്റെടുത്തിട്ടുള്ള സമരമാണ്. അത് യുദ്ധത്തിലേക്ക് പടരെ ഇപ്പോൾ CJP പോലുള്ള ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ യുവജന സംഘടനകൾ ഏറ്റെടുക്കുകയും ഇത് ആദ്യം മുതലേ തന്നെ നമ്മൾ മുന്നിട്ട് അറിയിച്ചിട്ടുള്ളതാണ്. അതേപോലെ നീറ്റിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യമായിട്ട് ചോദ്യപേപ്പറുകൾ ചോദ്യം ചെയ്തു. അത് നമ്മൾ പ്രതിഷേധമായിട്ട് രേഖപ്പെടുത്തി. അതിനുശേഷം പിന്നീട് ഒന്നോടെ നമ്മൾ പരീക്ഷകൾ നടത്തി. പിന്നെ അത് ക്രമക്കേടുകളുണ്ടെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. വീണ്ടും എക്സാം നടത്തണമെന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ സമരത്തിനെ അനുകൂലിച്ചാണ് നിൽക്കുന്നത്. കാരണം ഈ ഒരു പറയുന്ന നമുക്ക് ഈ ഒരു നാട്ടിൽ നമ്മൾ എല്ലാത്തിനും റൈറ്റുള്ള ഈ നാട്ടിൽ നമുക്ക് സ്ത്രീ സുരക്ഷ ഭയങ്കര കുറവാണ്. ഗുണ്ടകളെ അതേപോലെ തന്നെ ഈ റേപ്പിസ്റ്റുകളെയും മാലയിട്ട് ആദരിക്കുന്ന ഈ ഒരു നാട്ടിൽ നമുക്ക് എന്ത് സുരക്ഷയാണുള്ളത്? പിന്നെ അതേപോലെ വിദ്യാഭ്യാസത്തിന് കച്ചവടമായിട്ടാണ് ഇവിടെ കാണുന്നത്. നീറ്റിൻ്റെ ഞാൻ പഠിച്ച ഒരു റിപ്പീറ്ററാണ്. അപ്പം ഞാൻ പഠിച്ച സമയത്ത് സ്കാം നടന്നിട്ടുണ്ട്. ആ ടൈമിൽ അത്രയധികം പിള്ളേരെ എത്ര സ്റ്റുഡൻസിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിലും ഞാനും ഒരു എഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ പറയുന്ന ഈ നടന്നൊരു സ്കാമിൽ 21 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. എന്ന് പറയുമ്പോൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ വിദ്യാർത്ഥികളും പഠിക്കുന്നത്, ഇതിലേക്ക് ഇറങ്ങുന്നത്. വിദ്യാഭ്യാസം ഒരു കച്ചവടമായിട്ട് മാറ്റുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. BJP ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നതല്ല. കാരണം അവർ ഈ പറയുന്ന നമുക്ക് ഈ ഒരു നാട്ടിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള മന്ത്രിമാർ നമുക്കുണ്ട്.
കുറച്ച് നാൾ, അതായത് ഒരു 10 വർഷത്തിന് മുന്നേ നമ്മുടെ ഭരിച്ചിരുന്ന ഒരു സയൻറ്റിസ്റ്റാണ് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നത്. അപ്പോൾ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഉള്ളൊരു നാട്ടിൽ ഇത്രയധികം അന്യായം നടന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഇത്രയും വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ അത്രയും ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് ഇതിനെതിരെ, നമ്മൾ ഇത്രയും പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടും അതിനെതിരെ ഒന്നും പ്രതികരിക്കാതെ വായ മൂടിയിരിക്കുകയാണ്. അപ്പം ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലായിടത്തും സജ്ജമായിട്ട് പ്രതികരിക്കും. 100% അതിന് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം രാജ്യത്ത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും വലിയൊരു അനീതി നമ്മൾ കാണുന്നത്. അപ്പം അതിനെതിരെ CJPക്ക് പിന്തുണയായിട്ട് 100% സപ്പോർട്ട് ചെയ്യണം. സംസാരിച്ചില്ലെങ്കിൽ പിന്നീട് സംസാരിക്കാൻ കഴിയില്ല. അതെ, ഇപ്പോഴെങ്കിലും സംസാരിക്കണ്ടേ, ഇപ്പോഴേ വളരെ ലേറ്റ് ആയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള BJP ഗവൺമെൻറ്റിന് വളരെയധികം എന്താ പറയുക, ലൈക്ക് ബ്രിട്ടീഷുകാർ ഒരു ഇത്രയും ഒരു ഇത് കാണിച്ചിട്ടില്ല നമ്മളടുത്ത്. കാരണം അപ്പം നമ്മളെ വളരെ പ്രശസ്തനായ എഞ്ചിനീയർ 18-20 ദിവസമായി നിരാഹാരം കിടക്കുന്നു. അതും തിരിഞ്ഞു നോക്കാത്ത രീതിയിലാണ് BJP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കാണാത്ത രീതിയിലാണ്. അപ്പം എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു ഇതായിട്ട് തോന്നുന്നില്ല. കാരണം ഈ ഒരു സമരത്തിനോ ഒന്നുമായിട്ട് തോന്നുന്നില്ല. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം എന്ന് തന്നെയാണ് എല്ലാവരെയും പോലെ എൻ്റെയും അഭിപ്രായം. അപ്പം അതിനോട് തന്നെ മുന്നോട്ട് പോകുന്നു. ആദ്യം തന്നെ പറയാലോ, വിദ്യാഭ്യാസത്തെ കട്ടുമുടിക്കുന്ന ഒരു സർക്കാർ, അമിത്ഷായും നരേന്ദ്രമോദിയും ധർമ്മേന്ദ്ര പ്രധാനും RSSും എല്ലാം ഇവിടുത്തെ യുവജനങ്ങളെ പോലും വഴിയിലാക്കുന്ന, തെരുവിലേക്ക് ഇറക്കുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ജന്തർ മന്ദിർ നടന്ന എന്താണ്? ഒരു യുവജന വിപ്ലവമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുവജന വിപ്ലവത്തിനാണ് ആരംഭിച്ചിരിക്കുന്നത്. അത് ഇങ്ങ് കാട്ടുതീ പോലെ ഇന്ത്യ മൊത്തം പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ CMS കോളേജിൻ്റെ തിരുമുറ്റത്ത് KSU യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതേ സമരം നമ്മളിവിടെ ആഹ്വാനം ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യ മൊത്തം അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 48 ചോദ്യപേപ്പറുകളാണ് ലീക്കായത്. 15ഓളം വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. ഇന്ന് അവരാണെങ്കിൽ നാളെ നമ്മളാകാം, ഞാനാകാം. ഇന്നത്തെ ഒരു അവസ്ഥയിൽ അവർ എന്ത് അടിസ്ഥാനപരമായ കാര്യമാണ് ചെയ്യുന്നത്? അവരിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം പാർലമെൻറ്റിൽ, എന്നിട്ട് തീരുമാനിക്കാമെന്ന്. പക്ഷേ അതല്ല, ആദ്യമേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയില്ല. RSSനും BJPക്കും ധർമ്മേന്ദ്ര പ്രധാനും മോദിക്കും അമിത്ഷായ്ക്കും ഒരു മാപ്പുമില്ല. ഞാൻ പണ്ട് ബാൽ ഗംഗാധർ തിലക് പറഞ്ഞ ഒരു വാക്ക് സൂചിപ്പിക്കുകയാണ്, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൽ ഹാവ് ഇറ്റ്. അത് തന്നെ തിരുത്തി പറയുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ, ഡെമോക്രസി ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൽ ഹാവ് ഇറ്റ്. ജനാധിപത്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഉറപ്പായിട്ടും. കാരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൊത്തത്തിലുള്ള ഈ എടുത്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഭരിക്കുന്ന സർക്കാരോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരോ ആരുമല്ല ഈ രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ, രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന യൂത്താണ്. എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന തലമുറയാണ്. ഈ തലമുറയെ മൊത്തത്തിൽ ചവിട്ടി അമർത്തിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി ഇത്ര വർഷം കഷ്ടപ്പെട്ട് പലതും ഒഴിവാക്കി, ഉറക്കം ഒഴിവാക്കി, അവരുടെ ആരോഗ്യം ഒഴിവാക്കി, അവരുടെ സമ്പത്ത് ഒഴിവാക്കി ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് അത് ചോദ്യപേപ്പർ ലീക്കായി എന്നുള്ളത്, ലീക്കായവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാൻ കഴിയാത്തൊരു സർക്കാരിനെതിരെ, അതും വളരെ മാന്യമായിട്ട്, എന്ന് വെച്ചാൽ വളരെ ശാന്തമായിട്ടാണ് ഈ പറഞ്ഞ പ്രതിഷേധം തുടങ്ങിയത്. ഈ ശാന്തമായിട്ട് പറഞ്ഞ പ്രതിഷേധത്തിനെ പോലീസുകാരെ വെച്ച് അടിച്ചമർത്തുകയും വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്ന ഈ സർക്കാരിനോടും ഭരണത്തിനോടും എക്കാലത്തും എല്ലാവർക്കും യൂത്തിനെ മൊത്തം എതിർപ്പാണ്. അതിന് പൊളിറ്റിക്കൽ പാർട്ടികളുടെ സ്വാധീനമില്ല, അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ സ്വാധീനമില്ല. അല്ലാതെ തന്നെ മൊത്തത്തിൽ ആളുകൾക്ക് മൊത്തം എതിർപ്പാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മൊത്തത്തിൽ കണക്കെടുപ്പിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ ഇത് ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, ഇപ്പം സമാധാനപരമായിട്ടുള്ള പ്രതിഷേധത്തിനെ നേരിടേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ സംവാദത്തിലൂടെയാണ് നേരിടേണ്ടത്, അല്ലാതെ അടിച്ചമർത്തലൂടെ അല്ല. അങ്ങനെയാണെങ്കിൽ അതൊരു ഡെമോക്രാറ്റിക് കൺട്രി അല്ല. ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെങ്കിൽ ഈ പറഞ്ഞ പ്രതിഷേധം ചെയ്യുന്ന ആൾക്കാരെ സംവാദത്തിലൂടെയും സമ്മാനത്തിലൂടെയാണ് നേരിടേണ്ടത്, അല്ലാതെ സർക്കാരിന് ചോദ്യം മുട്ടുമ്പോൾ, അതായത് ഈ പറഞ്ഞ ഭാവി എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭാവിയാണ് ഇപ്പോൾ ചവിട്ടി അമർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാവി ഈ പറഞ്ഞ മോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ ആരുമല്ല. ഇന്ത്യയുടെ ഭാവി എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന യൂത്താണ്, ഇനി വരാൻ പോകുന്ന വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികളുടെ അവകാശത്തിനെ, പരീക്ഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അവകാശമാണ് പരീക്ഷ. അവർക്ക് ഈ പറഞ്ഞ പ്രതിഷേധത്തിന് വളരെ എളുപ്പത്തിലുള്ള 3 ആശയങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ നീതിപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം, പിന്നെ അവരുടെ എഡ്യൂക്കേഷൻ്റെ സംരക്ഷണം, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഭാവി എന്ന് വെച്ചാൽ അവരുടെ ഭാവി സുരക്ഷിതമാക്കുക. അതിനുള്ള പ്രൊട്ടസ്റ്റാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ പോലും ഒരു രാജ്യത്തിൻ്റെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഈ സർക്കാർ എന്തിനാണ് ഈ രാജ്യത്ത്? തീർച്ചയായിട്ടും CJP
മുന്നോട്ട് വെക്കുന്ന ഈ ഒരു സമരം വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇത്തരത്തിൽ നമുക്കറിയാം ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ കട്ടുമുടിപ്പിക്കുന്ന ഈ ഒരു ഗവൺമെൻറ്റിനെ കീഴിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ തീർച്ചയായിട്ടും ജെൻസികളാണ് ഈ ഒരു സമരത്തിന് മുന്നോട്ട് വരുന്നത്. അതിനെ പ്രചോദനമായിട്ടുള്ളത് CJP തന്നെ. CJPയുടെ ഒപ്പം മറ്റ് വിദ്യാർത്ഥി സംഘടനകളും കൂടിച്ചേരുന്നുണ്ട്. ഇത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഡൽഹിയിൽ ഇത്രത്തോളം പ്രൊട്ടസ്റ്റ് നടക്കാൻ കാരണം ഇവിടുത്തെ ഗവൺമെൻറ്റും കാര്യങ്ങളുമാണ്. ഈവൻ ബ്രിട്ടീഷുകാർ പോലും നിരാഹാരത്തിന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന പോലീസ് മേധാവികളും ഇതിനെ വളരെ അക്രമ രീതിയിൽ, നമുക്കറിയാം ലാത്തിയിൽ പോലും ആണി അടുപ്പിച്ചിട്ടാണ് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത്. ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള രീതിയിലാണ് ഈ ഗവൺമെൻറ്റും അതിൻ്റെ ഭരണാധികാരികളും മുമ്പോട്ട് പോകുന്നത്. ഇതിനെ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഇതിൻ്റെ ഇന്ത്യയുടെ യൂത്ത് മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിനെ വിജയിച്ചെടുപ്പിക്കാൻ സാധിക്കും. ഈ ഒരു സമരത്തെ തീർച്ചയായിട്ടും വിജയിപ്പിക്കാൻ സാധിക്കും. CJPയുടെ ഈ സമരത്തെ 100% അനുകൂലിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു.